Hey everyone, this is me Shara. Welcome back to a new video. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ തേർഡ് യൂണിറ്റിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ പീസ് ഓഫ് സ്ട്രിങ് എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഹോൾ സമ്മറിയും കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതേപോലെ ഇതിന്റെ റിട്ടേൺ സമ്മറിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. A piece of string. A piece of string is a short story written by the French writer Guy de Maupassant. അപ്പോൾ എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിലിന്റെ മീനിങ് എന്താണ്? ഒരു കഷ്ണം ചരട് അല്ലേ? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? ചരടിന്റെ കഷ്ണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്? ഒരു ഷോർട്ട് സ്റ്റോറി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആരാണ് എഴുതിയിട്ടുള്ളത്? ഒരു ഫ്രഞ്ച് റൈറ്റർ ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ശ്രദ്ധിക്കുക, ഗീ ഡു മൗപ്പസാൻ എന്നാണ് എന്താ അദ്ദേഹത്തിന്റെ പേര് വായിക്കുക. നമ്മളെപ്പോഴും ഗൈ ഡി മൗപ്പസന്റ് എന്ന് വായിക്കലുണ്ട്, പക്ഷെ അത് തെറ്റാണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? ഗീ ഡു മൗപ്പസാൻ എന്നാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, this story is about a poor man named Oshkam who is wrongly accused of picking up a lost pocket book. അപ്പൊ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? ഒരു പോർ മാൻ, ഒരു പാവപ്പെട്ട മനുഷ്യനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഓഷ്കം എന്നാണ്. ഓക്കെ, എച്ച് സൈലന്റ് ആണ്, അത് ശ്രദ്ധിക്കുക. ഓഷ്കം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് എന്താണ് പ്രശ്നം? ഹു ഈസ് റോങ്ലി അക്യൂസ്ഡ്. റോങ്ലി അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ രീതിയിൽ കുറ്റം ചുമത്തപ്പെടുക. അതിനെയാണ് റോങ്ലി അക്യൂസ്ഡ് എന്ന് പറയുന്നത്. ഓഫ് പിക്കിംഗ് അപ്പ് എ ലോസ്റ്റ് പോക്കറ്റ് ബുക്ക്. ഇദ്ദേഹത്തിന് മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ്? ഇദ്ദേഹം ഒരു പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സ് ആണ്. ഒരു പേഴ്സ് മോഷ്ടിച്ചതിന്റെ പേരിൽ എന്താണ്? ഇദ്ദേഹത്തിന്റെ മേൽ ഒരു കുറ്റം ചുമക്കപ്പെടുകയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു ചാപ്റ്റർ. Even though he tells the truth that he only picked up a piece of string, nobody believes him. അദ്ദേഹം സത്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേഴ്സ് അല്ല മോഷ്ടിച്ചിട്ടുള്ളത്, ഞാനൊരു കഷ്ണം ചരടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും no one believes him. ആരും എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തിനെ വിശ്വസിച്ചിട്ടില്ല. The story shows how unfair judgments and false accusations can hurt a person deeply. ഈ ഒരു സ്റ്റോറി എന്താണ് കാണിക്കുന്നത്? എങ്ങനെയാണ് അൺഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായമല്ലാത്തത് എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ന്യായമല്ലാത്ത ജഡ്ജ്മെന്റും അതേപോലെ തന്നെ ഫോൾസ് അക്യൂസേഷൻ, ഇങ്ങനെ തെറ്റായ രീതിയിൽ ഒരാളുടെ മേൽ എന്താണ് കുറ്റം ചുമത്തപ്പെടുക, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു പേഴ്സണെ, ഒരാളെ എത്രത്തോളം അത് ഡീപ്ലി, വളരെ ആഴത്തിൽ ബാധിക്കും എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. അതാണ് എന്ത് ചെയ്യണത് ഈ ഒരു സ്റ്റോറിയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ഒരു മനുഷ്യനെ ബാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, Oshkam, a poor man in the village of Godarville, is going to the market like many others. അപ്പോൾ ഓഷ്കം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. എവിടെ ഉള്ളത്? ഇൻ ദ വില്ലേജ് ഓഫ് ഗോദർവില്ലെ അല്ലെ? ഗോദർവില്ലെ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ആര്? ഓഷ്കം. ഈസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ലൈക്ക് മെനി അതേഴ്സ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? മറ്റുള്ളവരെ പോലെ ഇദ്ദേഹം മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ഹി ഫൈൻഡ്സ് എ സ്മോൾ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് പിക്സ് ഇറ്റ് അപ്പ് തിങ്കിങ് ഇറ്റ് മേ ബി യൂസ്ഫുൾ. അദ്ദേഹം മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് എന്ത് ചെയ്യാണ്? ഒരു ചരടിന്റെ കഷ്ണം അദ്ദേഹം കാണുകയാണ്. അപ്പൊ ചരടിന്റെ കഷ്ണം കണ്ടപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അദ്ദേഹം അത് എടുത്തിട്ട് കയ്യിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹം വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിലോ ഉപയോഗമുള്ളതാണെങ്കിലോ എങ്ങനെ എന്തെങ്കിലും ഉപയോഗപ്പെടും എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം ആ ഒരു ചരടിന്റെ കഷ്ണം കയ്യിൽ വെക്കാണ്. He hides it because he feels shy when his enemy Maldane sees him. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ചരട് തന്റെ കയ്യിൽ വെക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം കാണുന്നത്. തൊട്ടപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മാലൻഡൈൻ അദ്ദേഹത്തിനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഈ മാലൻഡൈൻ എന്ന് പറയുന്നത് ഓഷ്കമിന്റെ ശത്രുവാണ്, എനിമിയാണ്. അപ്പൊ ഈ പറയുന്ന മാലൻഡൈൻ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് എങ്ങനെ നോക്കിക്കുണ്ട്. അപ്പൊ അത് പേടിച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ഈ പറയുന്ന ഓഷ്കം ആ ഒരു ചരട് വേഗം പെട്ടെന്ന് തന്നെ കീശയിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താണ്? അഭിനയിക്കുകയാണ്. എന്ന് വെച്ചാൽ തന്റെ എന്തോ ഒരു സാധനം ഇങ്ങനെ നിലത്ത് വീണ് കാണാണ്ടായി പോയി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യാണ്? അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നേരെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്നിട്ട് നേരെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ഇദ്ദേഹം ഈ പറഞ്ഞ ടവേണിലേക്ക് പോവാണ്. ടവേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യശാലയാണ്. അപ്പൊ ടവേണിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡേ ആണ്. അപ്പൊ എന്താണ്? ആൾക്കാരൊക്കെ എന്താണ് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ടവേണിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ടവേണിൽ അദ്ദേഹം കയറിയിട്ടുണ്ട്. അവിടുന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഭയങ്കര തിരക്കാണ്, നല്ല അടിപൊളി ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. ആ ഒരു അനൗൺസ്മെന്റ് എന്താന്ന് വെച്ചാല്
Later news spreads that someone has lost a pocketbook containing money and important business papers. അപ്പോൾ ആ ഒരു അനൗൺസ്മെന്റ് എന്താന്ന് വെച്ചാൽ അതിൽ പറയുന്നത് ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയി എന്നാണ്. ആ ഒരു പേഴ്സിലാണെങ്കിൽ പൈസ ഉണ്ട്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കണ്ടെത്തുന്നവർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു അനൗൺസ്മെന്റിൽ പറയുന്നത്. അതേപോലെ കണ്ടെത്തുന്ന ആൾക്ക് എന്തുണ്ടാവും, റിവാർഡും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നുണ്ട്. Maldane tells others that he saw Oshkam picking something from the ground. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് മാൽഡേൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞു പരത്താൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓഷ്കം ഗ്രൗണ്ടിൽ നിന്ന് എന്തോ എടുക്കുന്നത്, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ പോക്കറ്റ് ബുക്ക് ആയിരിക്കും, ഓഷ്കമായിരിക്കും പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ തുടങ്ങി മാൽഡേൻ എല്ലാവരും പറഞ്ഞറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മേയറോട് എന്ത് ചെയ്യാണ് ഈ പറയുന്ന മാൽഡേൻ ഈ കാര്യം പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ച് സമയമായപ്പോൾ ഈ പോലീസുകാർ നേരെ ഈ പറഞ്ഞ ടവറിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഓഷ്കമ്മിനെ അവിടുന്ന് വിളിച്ചു കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, മേയറിന്റെ അടുത്തേക്ക് ഓഷ്കമ്മിനെ എത്തിച്ചു. സോ പീപ്പിൾ സ്റ്റാർട്സ് ടു സസ്പെക്ട് ഓഷ്കം ടു ദ പോക്കറ്റ് ബുക്ക്. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ പറയുന്ന ഓഷ്കമ്മിനെ സംശയിക്കാൻ തുടങ്ങി. കാരണം മാൽഡേൻ എന്ത് ചെയ്യേണ്ടത് എല്ലാവരും പറഞ്ഞു പരത്തുന്നുണ്ട് ഓഷ്കമാണ് പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചിട്ടുള്ളത്, അതാവാനാണ് സാധ്യത എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഓഷ്കം ഈസ് ബ്രോട്ട് ബിഫോർ ദ മേയർ ആൻഡ് ഹി ട്രൈസ് ഹാർഡ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഹി ഓൺലി പിക്ഡ് അപ്പ് എ പീസ് ഓഫ് സ്ട്രിങ്, നോട്ട് ദ പോക്കറ്റ് ബുക്ക്. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ പറയുന്ന ഓഷ്കമ്മിന്റെ മേയറിന്റെ അടുത്തേക്ക് അയക്കാണ്. അങ്ങനെ ഈ പറയുന്ന മേയർ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത്, നീയാണോ ആ പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചിട്ടുള്ളത്, നീ പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ച കാര്യം എന്നെ മാൽഡേൻ അറിയിച്ചിട്ടുണ്ട്, അപ്പൊ എന്താണ് ആ തിരികെ തരാനുള്ള കാര്യം പറയണം. അപ്പൊ ഓഷ്കം എന്താണ് ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറയണ്ട, അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം എന്നിട്ട് ഒരുപാട് പറഞ്ഞു, ട്രൈസ് ഹാർഡ് ടു എക്സ്പ്ലെയിൻ, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് താനല്ല പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. പക്ഷെ എന്ത് ചെയ്യണില്ല, ഈ പറയുന്ന മേയർ വിശ്വസിക്കുന്നില്ല. മേയർ എന്നല്ല ആരും എന്ത് ചെയ്യണില്ല, അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് തെളിവുകൾ കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ എന്റെ പോക്കറ്റ് എടുത്ത് നോക്കി, ഇതാ പോക്കറ്റിൽ ഇതാ ഈ പറഞ്ഞ ചരടിന്റെ കഷ്ണം ഇതാ, ഞാൻ ഇതാണ് ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത്, അല്ലാണ്ട് പോക്കറ്റ് ബുക്ക് അല്ല എന്നുള്ള കാര്യം ഒരുപാട് പറഞ്ഞു. പക്ഷെ ആൾക്കാരൊന്നും എന്ത് ചെയ്യണില്ല, ഈ പറയുന്ന മേയർ ഒന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, he even agrees to be searched but nobody trusts him. അങ്ങനെ എന്താണ് ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയ്ക്കും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക എന്നുള്ളത്. അങ്ങനെ ഈ പറയുന്ന ഓഷ്കമിന്റെ പോക്കറ്റും കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഈ പറയുന്ന പോക്കറ്റ് ബുക്ക് ഇല്ല. അപ്പൊ ഈ പറയുന്ന മേയറിന് ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആകപ്പാടെ. കാരണം മേയർ വിചാരിച്ചെന്താണ് ഓഷ്കമാണ് മോഷ്ടിച്ചിട്ടുണ്ടാവുക, പിന്നെ ഓഷ്കമിന്റെ പോക്കറ്റിലാണെങ്കിൽ പേഴ്സ് ഇല്ല, പിന്നെ എവിടെ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ പറഞ്ഞ ഓഷ്കമിനെ മേയർ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആളുകൾ ഇപ്പോഴും എന്താണ് വിശ്വസിക്കാൻ തുടങ്ങിയത്, അവരിപ്പോഴും ഓഷ്കമാണ് മോഷ്ടിച്ചത് എന്നുള്ള ആ ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത്. അവരോട് ഓഷ്കം എത്ര പറയാൻ ശ്രമിച്ചിട്ടും അവരെന്ത് ചെയ്യണില്ല, അവരത് സമ്മതിക്കണില്ല. അവരിപ്പോഴും പറയണത്, നീയാണ് ആ പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചിട്ടുള്ളത്, മാൽഡേൻ പറഞ്ഞിട്ടുണ്ട് നീ തന്നെയാണ്, നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് വിശ്വസിക്കില്ല എന്നാണ് ആൾക്കാർ ഇപ്പോഴും പറയാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, even when the lost pocket book is returned by another person, the villagers still do not believe that Oshkam did nothing wrong. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന കാണാണ്ടായി പോയിട്ടുള്ള ഈ പോക്കറ്റ് ബുക്ക് അവസാനം കിട്ടുകയാണ്. അതൊരു എംപ്ലോയിന്റെ കയ്യിലാണ് കിട്ടുന്നത്. അത് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, തിരിച്ചേൽപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ന്യൂസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ആ നാട്ടിൽ അറിയാൻ തുടങ്ങിയിട്ട് നാട്ടിൽ മുഴുവനായിട്ട് ആൾക്കാർ ഈ ഒരു ന്യൂസ് അറിയാൻ തുടങ്ങിയിട്ട് പോക്കറ്റ് ബുക്ക് തിരികെ കിട്ടിയ കാര്യം. അപ്പോൾ ഈ ഒരു ന്യൂസ് ഓഷ്കം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നാട്ടുകാരോട് എല്ലാവരോടും പറയാൻ തുടങ്ങി, ഇപ്പൊ മനസ്സിലായിട്ടില്ലേ ഞാനല്ല കുറ്റം ചെയ്തിട്ടുള്ളത്, ഞാനല്ല പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ തുടങ്ങി, ആൾക്കാരോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം പറഞ്ഞിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ആൾക്കാരും ഓഷ്കമിനെ വിശ്വസിക്കുന്നില്ല. They laugh at him and refuse to accept his explanation, thinking he made up the string story to cover his act. അങ്ങനെ എന്ത് ചെയ്യാണ്, ആൾക്കാരോട് എത്ര പറഞ്ഞിട്ടും അവരെന്ത് ചെയ്യണില്ല, ഓഷ്കമാണ് മോഷ്ടിച്ചത് എന്നാണ് എന്ത് ചെയ്യണത് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, ആൾക്കാരെന്ത് ചെയ്യണില്ല, ഈ പറയുന്ന ആ ഒരു പോക്കറ്റ് ബുക്ക് തിരിച്ചു കിട്ടിയിട്ട് പോലും ആൾക്കാരെന്ത് ചെയ്യണില്ല, ഓഷ്കം പറയണത് വിശ്വസിക്കുന്നില്ല. അത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ സ്ട്രിങ് സ്റ്റോറി ഇല്ലേ, പറഞ്ഞ ചരടിന്റെ ആ ഒരു കഥ, ഈ പറഞ്ഞ ഓഷ്കം എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ആ ഒരു ചരടിന്റെ കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത്, അത് ഓഷ്കം ഉണ്ടാക്കി പറഞ്ഞ കഥയാണെന്നാണ് എന്ത് ചെയ്യണത് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവന്റെ ആ ഒരു തെറ്റ്, അവൻ ചെയ്ത ആ ഒരു തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവൻ പറയണ ഉണ്ടാക്കിയ ഒരു കഥയാണെന്നാണ് എന്ത് ചെയ്യണത് ഈ പറയുന്ന ആളുകൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്.
ഓഷ്കം ഫീൽസ് വെരി സാഡ് ആൻഡ് ഹെൽപ്ലെസ് ബിക്കോസ് നോബഡി ബിലീവ്സ് ഹി ഈസ് ഇന്നസെന്റ്. അതേപോലെ ഇതെല്ലാം കേട്ടപ്പോൾ ഓഷ്കമിന് ഒരുപാട് സങ്കടം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഹെൽപ്ലെസ്, നിസ്സഹായാവസ്ഥ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ്, ആരും എന്ത് ചെയ്യണില്ല, ഓഷ്കം പറയുന്നത് വിശ്വസിക്കണില്ല, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ആരും അക്സെപ്റ്റ് ചെയ്യണില്ല. ഹി റിപ്പീറ്റ്സ് ഹിസ് സ്റ്റോറി ടു എവ്രി വൺ ഹോപ്പിംഗ് സം വൺ വിൽ ട്രസ്റ്റ് ഹിം. അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു സ്റ്റോറി ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനല്ല ഞാനല്ല ഈ പോക്കറ്റ് ബുക്ക് മോഷ്ടിച്ചിട്ടുള്ളത്, ഞാൻ ചരട് മാത്രമാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് പോലും ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് വിശ്വസിക്കുന്നില്ല. ബട്ട് ദിസ് ഓൺലി മേക്ക് പീപ്പിൾ ഡൗട്ട് ഹിം മോർ. അദ്ദേഹം എത്രത്തോളം അത് പറയാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആളുകൾ അദ്ദേഹത്തിനെ സംശയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദ സാഡ്നെസ് ആൻഡ് സ്ട്രെസ് ബിക്കം ടു മച്ച് ഫോർ ഹിം മേക്കിംഗ് ഹിം ഇൽ. അങ്ങനെ ഈ പറയുന്ന സങ്കടവും കാര്യങ്ങളും എന്താണ്, അത്രമേൽ അധികമായിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് സഹിക്കുന്നതിൽ അപ്പുറമായിട്ടുണ്ട് എന്ത്, അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും കാര്യങ്ങളും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് അവസാനം അദ്ദേഹം ഒരു രോഗിയായി മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇൻ ദ എൻഡ് ഓഷ്കം ഡൈസ് സ്റ്റിൽ ക്ലെയിമിംഗ് ദാറ്റ് ഹി ഓൺലി ടുക്ക് എ പീസ് ഓഫ് സ്ട്രിങ്. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, അടുത്ത ദിവസം എന്നുവെച്ചാൽ എന്താണ്, തലേന്ന് അദ്ദേഹം എന്താണ് രോഗിയായി കിടക്കുകയാണ്, പിറ്റേ ദിവസം എന്ത് ചെയ്യാണ്, അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ മരണക്കിടക്കയിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു ഷർട്ടിന്റെ കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത്, ഞാൻ പേഴ്സ് എല്ലാം മോഷ്ടിച്ചിട്ടുള്ളത്, മേയർ ഞാൻ പറയുന്നതൊന്ന് അനുസരിക്കേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കോ, ഞാൻ ഷർട്ടിന്റെ കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത്, എ പീസ് ഓഫ് സ്ട്രിങ് എന്നാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മരണക്കിടക്കയിൽ പോലും പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റോറി ഷോസ് how quickly people can judge others and how painful it is to be wrongly accused when you are telling the truth. അപ്പൊ ഈ ഒരു കഥ എന്തിനാണ് കാണിക്കുന്നത്, എത്ര പെട്ടെന്നാണ് ആളുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ കഴിയുക എന്നുള്ള കാര്യം എന്ത് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ എത്രത്തോളം വേദനയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരാളുടെ പേരിൽ കുറ്റം ചുമത്തുക എന്ന് പറയുന്നത്. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മേലിൽ കുറ്റം ചുമത്തുക, അതെന്താണ്, എത്രത്തോളം വേദനിക്കുന്ന ഒരു കാര്യമാണ് എന്ന് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വെൻ യു ആർ ടെല്ലിങ് ദ ട്രൂത്ത്, നിങ്ങൾ സത്യം പറയാണ്, എന്നിട്ട് പോലും എന്ത് ചെയ്യാണ്, ആളുകൾ അത് വിശ്വസിക്കാണ്ട് നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എന്ത് ചെയ്യണത് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും